ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ ആറ്റുകോയ തങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല. കുറച്ച് പേര് അദ്ദേഹത്തിനെതിരായി സംസാരിക്കുന്നു, കുറച്ച് പേര് അദ്ദേഹത്തിനെ അനുകൂലമായി സംസാരിക്കുന്നു. പക്ഷേ അനുഭവമുള്ളവർ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മുഖം നോക്കി നമ്മൾ സംസാരിക്കും. കാരണം ഞാൻ നൂർ ഹബീബെ ആ ഒരു മജ്ലിസ് ഞാൻ കാണാറുണ്ട്. കാരണം രാവിലെ കുറച്ച് നേരത്തെ ഒരു 5:30 to 6:30 ആ സമയങ്ങളിലാണ് ഈ ഒരു മജ്ലിസ് നടക്കുന്നത്. അത് യൂട്യൂബിലാണ് ഓൺലൈനിലായിട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഓൺലൈനിലായിട്ട് നമുക്ക് കാണിച്ചു തരണമെങ്കിൽ നമ്മൾ താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവർ കാണാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ന്യൂസുകൾ ഇപ്പം വരുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് ചാരിറ്റി തട്ടിപ്പ് ചെയ്യുന്നു, എത്രയോ ലക്ഷം കോടി രൂപ കൊടുത്തിട്ട് സ്ഥലങ്ങൾ മേടിച്ചു എന്നൊക്കെ പറയണം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് സൂഹിക്കാനോ അല്ല ആ വീടും സ്ഥലമൊക്കെ മേടിച്ചിരിക്കുന്നത്. എത്തിയമായ മക്കൾക്ക് വേണ്ടിയും അതുപോലെ പാവങ്ങളായ എത്രയോ കുട്ടികളുടെ കല്യാണങ്ങൾ അദ്ദേഹം നടത്തി കൊടുക്കുന്നത് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയാഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെ മകളുടെ ഓപ്പറേഷൻ്റെ സമയത്ത് തലേ ദിവസം അദ്ദേഹത്തിൻ്റെ മജ്ലിസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ മകളുടെ ഓപ്പറേഷനാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ, ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഒരാളെ തളർത്താൻ എളുപ്പമാണ്, പക്ഷേ അദ്ദേഹം വന്ന വഴികൾ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ഇത്രത്തോളം എത്തിയിരിക്കുന്നത്. പിന്നെ ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. ആ വിശ്വാസികൾക്ക് എപ്പോഴും അതൊരു വിശ്വാസമാണ്. അല്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് നമ്മളുടെ ഈ വീഡിയോ ചെല്ലുകയാണെങ്കിൽ അത് പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ സംസാര വിഷയമായി ചർച്ച ചെയ്യപ്പെടാം, ഇല്ല എന്നല്ല. പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല ഒരു വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് മണ്ണാർക്കാട് നിന്ന് ഒരു ഇത്താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പോകണം, പക്ഷെ എങ്ങനെ പോവുക, കടയുണ്ട്, എങ്ങനെ പോവാന്ന് എനിക്ക് അറിയില്ല, ഒരു ദിവസം എന്തായാലും പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് പോവാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ കടയിൽ ഊണുണ്ട്, തിരക്ക് എന്ന് പറഞ്ഞാൽ വലിയ തിരക്കല്ല, എന്നാലും നമ്മളെ വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് നമ്മൾ എന്താ പറയുക, നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് നാളെയും വരണം എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെയും വിടാനും കഴിയുന്നില്ല. എന്നാൽ ഇങ്ങനൊരു വിഷയം ഇങ്ങനെ പൊട്ടി മുളയ്ക്കുമ്പോൾ നമുക്കത് പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് പ്രതികരിച്ചത്. അപ്പോൾ എന്തായാലും തങ്ങളുപ്പാപ്പയ്ക്ക് ദീർഘായുസ്സും അതുപോലെ ഇനിയുള്ള മജ്ലിസുകളൊക്കെ ചെയ്യാനായിട്ട് ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ. അപ്പോൾ എന്താ പറയുക, വിശ്വാസമില്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണണ്ട, അല്ലാത്ത ആളുകൾ കാണുക. അപ്പോൾ നമുക്ക് ഒരു വിശ്വാസമാണ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞല്ലോ, ചിറ്റൂരിലുള്ള ഞാൻ ഒരു പള്ളിയിൽ പോയ കാര്യം നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പോകണമെന്ന് വിചാരിച്ചു, എനിക്ക് വീണ്ടും അങ്ങോട്ട് പോയില്ല. നമ്മുടെ മനസ്സിലെ നീയത്താണ് അതൊക്കെ. നമ്മൾ അങ്ങോട്ട് പോകണം, ഓരോ കാര്യങ്ങൾ ചെയ്യണം, അവിടെ നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മുടെ നീയത്താണ്. അതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. ആറ്റുകോയ തങ്ങളുടെ അടുത്തേക്ക് പോകണമെന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് പോയെങ്കിലോ, ഒന്ന് സംസാരിച്ചെങ്കിലോ, നമ്മുടെ വിഷയങ്ങൾ സംസാരിച്ചെങ്കിലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ പോയില്ല. കാരണം എന്നേക്കാൾ എത്രയോ എത്തിയമായ, അല്ലെങ്കിൽ എന്നേക്കാൾ എത്രയോ പാവപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു അദ്ദേഹത്തിന് പറ്റുന്ന ചിലപ്പോൾ സംസാരം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവുക, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദുആയിലായിരിക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടും അദ്ദേഹം ചിലപ്പോൾ സഹായിക്കുന്നുണ്ടാവും. അത്രയും എത്തിയമായ ആളുകൾക്ക് നോക്കി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്ത് കൂട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ വെറുതെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നിട്ട് ഒരാളെ കുറിച്ച് സംസാരിച്ച് അവരെ പിടിച്ച് താഴെ ഇടാനൊന്നും വിചാരിക്കരുത്. കാരണം തീയിൽ കുരുത്ത ആളുകൾ എന്ന് പറയില്ലേ, അവരൊക്കെ മനുഷ്യ ഹൃദയത്തിൻ്റെ ഉള്ളിലാണുള്ളത്. അല്ലാതെ ഇന്നലെ കണ്ട ആളുകളല്ല. ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ല ആ ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ അദ്ദേഹമോ ഉള്ളത്. അത് ഇത്രയും ഇപ്പം എന്നെ പോലെയുള്ള ആളുകൾ, ഇഷ്ടം പോലെ ആളുകൾ അവിടെ പോകുന്നുണ്ട്. ഹിന്ദുക്കളായ ആളുകൾ എത്രയോ പേര് അദ്ദേഹത്തിനെ കാണാൻ പോകുന്നുണ്ട്, ആ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പം ആ വിശ്വാസമൊന്നും ഒരിക്കലും ആരെ കൊണ്ടും തകർക്കാൻ കഴിയില്ല എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും അദ്ദേഹം വെച്ചടി കയറ്റം തന്നെ ഉണ്ടാവും. കാരണം നമുക്കറിയാലോ ഒരാളിനെ എത്രത്തോളം നമുക്ക് തകർക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അതൊരിക്കലും
തകരാത്ത ഒരു കെട്ടുറപ്പുള്ള ഒരു 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 സംഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അജക്കോയ തങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. അതുപോലെ മജ്‌ലിസ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ നേരത്തെ എണീക്കാൻ പറ്റാത്തത് കൊണ്ട് അത് മിസ്സാവും. എന്നാലും ആ ലൈവൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് എന്നാൽ പറ്റുന്ന രീതിയിലുള്ള ലൈവൊക്കെ ഞാൻ കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കില്ല. അപ്പം എന്തായാലും വീണ്ടും വീണ്ടും പാവങ്ങളുടെ അത്താണിയായി മാറാനായിട്ട് പിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.